ഈ വർഷത്തെ ശബരിമല മണ്ഡലപൂജ മുഹൂർത്തം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് അറിയിച്ചു. ഡിസംബർ 27 രാവിലെ 10:10 11:30 ഇടയിലാണ് മണ്ഡലപൂജയുടെ മുഹൂർത്തം. 27 രാത്രി 11 മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നടയടയ്ക്കും. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഡിസംബർ 23 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഡിസംബർ 26 ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന. ഡിസംബർ 27 രാവിലെ 10:10 11:30 ഇടയിലാണ് ഇത്തവണത്തെ മണ്ഡലപൂജ മുഹൂർത്തം. 27 രാത്രി 11 ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും. മകരവിളക്ക് മഹോത്സവത്തിന് 30-ാം തീയതി വൈകിട്ട് 5 നട തുറക്കും. അതേസമയം സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച കേരള സദ്യ വിതരണം ആരംഭിച്ചു. ഒന്നിടവിട്ട് സദ്യയും പുലാവും നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇന്നു മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശബരിമലയിലെ അന്നദാനത്തിന് കേരളീയ സദ്യ വിളമ്പാൻ ഉള്ള ഒരു ഉദ്യമം ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെയും പ്രസിഡന്റ് അംഗങ്ങൾ, ബാക്കി മുതിർന്ന ഉദ്യോഗസ്ഥർ, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, മറ്റ് സർക്കാർ പോലീസ് അധികാരികളെല്ലാവരും വളരെ സഹകരണത്തോടുകൂടി ഈ കാര്യത്തിന് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളീയ സദ്യ അന്നദാനത്തിന് നൽകുക എന്ന ആശയം നമുക്ക് സമാരംഭിക്കാൻ സാധിച്ചത്. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം 89,378 ഭക്തർ ദർശനം നടത്തി. എല്ലാ ദിവസവും 85,000-ന് മുകളിൽ ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ പുല്ലുമേട് സത്രപാതയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരും. വണ്ടിപ്പെരിയാർ സത്രപാതയിലൂടെ 1000 ഭക്തരെയാണ് ദിവസം സ്പോട്ട് ബുക്കിംഗിലൂടെ കടത്തിവിടുക. ജനം, സന്നിധാനം.